1 കിലോ മീൻ മേടിച്ചാൽ ഞങ്ങൾക്കതൊരു 3-4 തവണ ഉണ്ടാക്കാനുള്ള മീനുണ്ടായിരിക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം 1 കിലോ നത്തോലി മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെത്തള്, നമ്മുടെ സ്വന്തം വെത്തള്. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നെൻ്റെ നെത്തോലി കൊണ്ടുള്ള പല പ്രയോഗങ്ങളിൽ ഒരു പ്രയോഗമാണ് കാണാൻ പോകുന്നത്. നല്ല കറുമുറ വറുത്തെടുക്കുന്ന വെത്തള്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന നെത്തോലിയിലേക്ക് ഞാൻ നല്ലപോലെ മഞ്ഞൾപ്പൊടി ഇടുന്നത് കണ്ടല്ലോ. നെത്തോലി ഇച്ചിരി വാടിയ നെത്തോലി തന്നെയാട്ടോ, ഒത്തിരി ഫ്രഷ് ഒന്നുമല്ല. അപ്പോൾ ഞാൻ കുറച്ചധികം മഞ്ഞൾപ്പൊടി അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. എന്തേലും വിഷാംശമോ അങ്ങനെ ഒരു വിശ്വാസമല്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടിയിൽ അങ്ങ് അലിഞ്ഞു പോട്ടെ. ഞാൻ മീൻ വറുക്കുമ്പോൾ ഒരുപാട് പൊടികൾ ഉപയോഗിച്ച് മസാല ഉപയോഗിച്ച് ചെയ്യാറില്ല കേട്ടോ. സിമ്പിളാണ് എൻ്റെ മീൻ വറുക്കൽ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നാരങ്ങ നീരോ അല്ലെങ്കിൽ ചുരുക്കിയോ എല്ലാം കൂടെ ചേർത്ത് മീനിൽ വെച്ച് തേച്ച് പിടിപ്പിച്ച് വറക്കും. പിന്നെ ഒരു കാര്യമുള്ളത്, എല്ലാം ഒരു പൊടി അളവ് കൂടുതലായിരിക്കും. ഉപ്പാണേലും മുളകാണേലും കുരുമുളകാണേലും ഒരു പൊടിക്ക് കൂടുതലിട്ടാണ് ഞാൻ എപ്പോഴും മീൻ വറക്കാറുള്ളത്. അതെനിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റുള്ള പോലെ തോന്നാറുണ്ട്. അങ്ങനെ എൻ്റെ മീൻ വറക്കാനുള്ള എല്ലാ മസാലകളും ഞാൻ തേച്ച് കഴിഞ്ഞു. ലാസ്റ്റ് നമ്മുടെ കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില അതിലേക്ക് അങ്ങ് ഒട്ടിച്ചിടണം, നന്നായിട്ട് മുടച്ച് ചേർക്കണം. എന്നിട്ട് എല്ലാം കൂടെ കൈ കൊണ്ടങ്ങ് തിരുമ്മി യോജിപ്പിച്ച് നമ്മുടെ മീനിനെ അതിനോടങ്ങ് യോജിപ്പിച്ചെടുക്കണം. ആ ക്രിയ പിന്നെ ഞാനൊരു വീട്ടമ്മയോടും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ. മീനിൽ എപ്പോഴും മസാല തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നമ്മുടെ സമയം പോലെ ഇരിക്കുവേ. ഒട്ടും സമയമില്ല, ഒരു അരമണിക്കൂർ പോലും വെക്കാൻ സമയമില്ലെങ്കിൽ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇല്ല, അത്യാവശ്യം സമയമുണ്ടെങ്കിൽ അത് തേച്ച് വെച്ച് ഒന്ന് മാറ്റി നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും വെച്ചാലും മതി. ഇതിപ്പോൾ എനിക്ക് 2 ഭാഗമായിട്ടാണ് ഞാൻ വറക്കുക കേട്ടോ. ഒരു ഭാഗം നാളെ ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് തട്ടിക്കയറ്റുവാണ്. ചില രുചികൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഉണ്ടാക്കി തന്ന ആൾ ഒന്നുകൂടെ ഉണ്ടാക്കി തരാതെ എന്നെക്കൊണ്ടൊരിക്കലും അത് സാധിക്കില്ല. അങ്ങനെ ഒന്നാണ് വറുത്തരച്ചുണ്ടാക്കുന്ന സാമ്പാർ. ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തോട്ടും അതുപോലെ കോഴിക്കോടും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന സാമ്പാർ, നല്ല കറുത്ത നിറത്തിൽ. എൻ്റെ അമ്മയുടെ ചേച്ചി, എൻ്റെ വല്യമ്മ ഉണ്ടാക്കി തരുന്ന സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അത് കഴിക്കാൻ പറ്റില്ല, എന്നാലും ആ കൊതി ഇടയ്ക്ക് വല്ലാതെ മൂക്കുമ്പോൾ ഞാൻ ഇന്ന് ആ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്തു. അത്രയൊന്നും ആയില്ല കേട്ടോ, അത്ര പോയിട്ട് അതിൻ്റെ 7 അയലത്തിൽ വന്നിട്ടില്ല. എന്നാലും ഒന്ന് ഒപ്പിക്കാം. ഈ മീൻ വറുത്തമൊക്കെ ഉള്ളപ്പോൾ ചോറിന് സാമ്പാർ നല്ല കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ മീൻ വറുത്ത് കഴിഞ്ഞപ്പോൾ ചോറ് വിളമ്പാനുള്ള പരിപാടിയിലേക്ക് നീങ്ങി. ഉണ്ണിക്കുട്ടൻ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ക്യാമറയും പിടിച്ച് പുള്ളിയാണ് നിൽക്കുന്നത്. അങ്ങനെ തട്ടിലേക്ക് സുടുസുടാ സാദം വിളമ്പി, ചോറ് വിളമ്പി. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ മീൻ നമ്മൾ നത്തോലി മീനിൻ്റെ പീര വറ്റിച്ചത് ഇച്ചിരി ബാക്കിയുണ്ടായിരുന്നു. അത് വെച്ച് ഞാനും ഉണ്ണിയേട്ടനും ഉച്ചയ്ക്ക് അതും അങ്ങ് എടുത്തു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ വറുത്ത് പൊരിച്ച് ക്രിസ്പിയായിട്ട് പൊരിച്ചെടുത്തിരിക്കുന്ന നെത്തോലി, അതും കൂട്ടി വേറൊന്നും അധികം വേണ്ടല്ലോ അല്ലേ. പിന്നെ ഞാൻ ഉണ്ടാക്കി കുളമാക്കിയ വറുത്തരച്ച സാമ്പാർ. അത്ര കുളമൊന്നുമല്ല കേട്ടോ, കഴിക്കുകയൊക്കെ ചെയ്യാം. എന്നാലും ആ രുചിയൊന്നും വന്നിട്ടില്ല, അതുപോലത്തെ ടേസ്റ്റും വന്നിട്ടില്ല, കളറും വന്നിട്ടില്ല. ഇതിപ്പോൾ നോർമൽ എൻ്റെ സാമ്പാറിൻ്റെ കളറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നി. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.